നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യയുടെ കീഴിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ്. 56 ഒഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഗ്രിയോ BCom BSc നഴ്സിംഗോ MSc നഴ്സിംഗോ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് GNMോ 12th പാസോ 10th പാസോ ITI യോഗ്യതയോ 8ാം ക്ലാസ് പാസോ ഡിപ്ലോമ യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 37,500 രൂപ വരെ മാസശമ്പളം പറയുകയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേക്കൻസിയിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് വേണ്ടത്, അതോടൊപ്പം തന്നെ പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള ജോലി ഒഴിവുകളാണ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ്. അവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ AIIA ന്യൂഡൽഹിയിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ്. മൊത്തമായിട്ട് 56 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിലേക്ക് ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്ട് ഹാൻഡിലുള്ള ടൈപ്പിംഗ് സ്പീഡ് അവർ പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞാൽ 25,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അണ്ടർ AIIA PGT പ്രോജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 2 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. 30 വയസ്സാണ് പ്രായം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 20,430 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നതും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെയാണ്. ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് BCom ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. BComനുള്ള ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള. അതോടൊപ്പം തന്നെ 1 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമയും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 20,430 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് BSc നഴ്സിംഗോ അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. MSc നഴ്സിംഗ് ആണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ GNM ആണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 37,500 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. 11 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള BSc നഴ്സിംഗ്, അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. MSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ഡിപ്ലോമ GNM ആണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട്. ഇതിലായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടും ചെക്ക് ചെയ്യുക. ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 37,500 രൂപയും കൂടിയാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് മ്യൂസിയം കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിലേക്ക് ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 24,000 രൂപയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് മിഡ് വൈഫ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 4 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിരിക്കുന്നത് BSc നഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. BSc നഴ്സിംഗ് വിദ്യാഭ്യാസ യോഗ്യതയാണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ MSc നഴ്സിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോമ GNM ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് GNM ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. മന്ത്ലി റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 37,500 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചകർമ്മ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. മൊത്തമായിട്ട് 7 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്നുള്ള 10ാം ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ 1 വർഷത്തെ പഞ്ചകർമ്മയിലുള്ള ഡിപ്ലോമയും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചകർമ്മ സർട്ടിഫിക്കറ്റ് 6 മാസത്തെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 24,000 രൂപയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 12 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാണ്. റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്നുള്ള ഗവൺമെൻറ് ബോഡിയിൽ നിന്നുള്ള 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ 6 മാസം സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസും വേണം, എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും പഞ്ചകർമ്മ അറ്റൻഡൻറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി ആയിട്ട് പറയുന്നത് 16,000 രൂപയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. 4 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്ന ITI ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. റെലവൻറ്റ് ഫീൽഡിലുള്ള ITI ഡിപ്ലോമ. അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. സാലറി ആയിട്ട് പറയുന്നത് 18,797 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ലോണ്ട്രി സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്കും വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ്. സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 18,797 രൂപയാണ് മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് CSSD Attendant എന്ന് പറയുന്ന പോസ്റ്റാണ്. 1 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിട്ടുള്ളത് 10ാം ക്ലാസ് പാസും അതോടൊപ്പം തന്നെ ITI ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. റെലവൻറ്റ് ഫീൽഡിലുള്ള ITI ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 18,797 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് വാർഡ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് 8ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സും മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 15,492 രൂപയുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസ്സോ ITO അല്ലെങ്കിൽ DPharm ആയുർവേദയിലുള്ള DPharmോ അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് റെലവൻറ്റ് ഫീൽഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 32 വയസ്സാണ്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 18,797 രൂപയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ് മാനിഫോൾഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. 4 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് 12th വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഉണ്ട്. 12ാം ക്ലാസ് പാസും +2 പാസും ITI ഡിപ്ലോമയിലുള്ള റെലവൻറ്റ് ഫീൽഡിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സർട്ടിഫിക്കറ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി റെമ്യൂണറേഷനായിട്ട് പറയുന്നത് 18,797 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ PDF-ൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാകുക. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് സബ്മിറ്റ് ചെയ്യണമെന്ന്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട മെത്തേഡായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് അവർ 2 ഇമെയിൽ ID നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസിനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്ന് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 29/3/2021 29 മാർച്ച് 2021 മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.becil.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ കരിയർ സെക്ഷനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ കുറച്ച് ഗൈഡ് ലൈൻസ് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രോപ്പറായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ പ്രത്യേകം ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കൂ എന്ന് പ്രത്യേകം
മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി തന്നെയാണ് പേ ചെയ്യേണ്ടത്. ഒറ്റ മെത്തേഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ് 750 രൂപയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓരോ എക്സ്ട്രാ പോസ്റ്റിലേക്കും 500 രൂപ അഡീഷണൽ അടയ്ക്കാൻ വേണ്ടിയതാണ്. എക്സ്ട്രാ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ OBC ആണെങ്കിൽ 750 രൂപയാണ് നോർമൽ ഫീസ്. എക്സ്ട്രാ ആയിട്ട് 500 രൂപയായിരിക്കും ഓരോ അഡീഷണൽ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന്. SC/ST ആണെങ്കിൽ 450 രൂപ, എക്സ്ട്രാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് 300 രൂപ കൂടി എക്സ്ട്രാ ആകും. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 750 രൂപയാണ്. അതോടൊപ്പം തന്നെ 500 രൂപ എക്സ്ട്രാ ആകും എക്സ്ട്രാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്. വുമൺ ആണെങ്കിലും 750 രൂപയാണ് അവർ പറയുന്നത്. വുമണിന് എക്സ്ട്രാ പോസ്റ്റിലേക്ക് അതിനുശേഷമുള്ള ഓരോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്ട്രാ 500 രൂപ വെച്ച് ആടാകുന്നതാണ്. EWSലും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ 450 രൂപയാണ് നോർമൽ ഫീസ്. അതിനോടൊപ്പം തന്നെ 300 രൂപ വെച്ച് ഫോർ എക്സ്ട്രാ അഡീഷണൽ പോസ്റ്റിൽ നിന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതുപോലെ നിങ്ങൾ ഇത്രയും നാൾ നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.